എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹാവന്ദനം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. ഗരാരിലെ പുതുവസന്തം. അബ്രഹാം പിതാവും സാറായും തങ്ങളുടെ ദാസീദാസന്മാരും ആടുമാടുകളും എല്ലാം അവിടെ യാത്ര തുടരുകയാണ്. കനാൻ ദേശത്താണ്. എന്നാൽ അവിടുന്ന് ചില സാഹചര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അല്പം സൗത്ത് തെക്കിലേക്ക് മാറി ഗരാർ എന്ന് പറയുന്ന ദേശത്ത് എത്തിയതായിട്ടാണ് പറയുന്നത്. അവിടെ അബീമലേക്ക് എന്ന രാജാവായിരുന്നു. അതുകൊണ്ട് അബീമലേക്ക് ഭരണം നടത്തുന്ന ഗരാർ എന്ന നാട്ടിൽ ദേശത്ത് അബ്രാമും കുടുംബവും പരദേശികളായി പാർത്ത ഒരു കാലഘട്ടം, ഏകദേശം ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം. അബീമലേക്ക് രാജാവ് അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അബ്രഹാം നേരത്തെ ഈജിപ്തിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇത് എൻ്റെ സഹോദരിയാണ്, എൻ്റെ പെങ്ങളാണ്. അങ്ങനെ ഓർത്തുകൊണ്ടാണ് അബീമലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അബ്രഹാം കള്ളം പറഞ്ഞതാണോ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്ത് സ്ട്രാറ്റജിയാണ്, എന്തോ ആയാലും അവിടെ അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ ഗരാർ ദേശത്തെ രാജാവായ അബിമലേക്ക് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി തന്റെ ഭാര്യയാക്കുവാനുള്ള പദ്ധതിയായിരിക്കണം. എന്നാൽ ദൈവം സ്വപ്നത്തിൽ ഇടപെട്ടു. ഗരാർ രാജാവായ അബിമലേക്കിനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്. നീ പിടിച്ചുകൊണ്ടുവന്ന ആ സ്ത്രീ മുഖാന്തരം നീ മരിക്കും. അവന്റെ കുടുംബത്തിലെ ഹൗസ് ഹോൾഡിലെ എല്ലാവരുടെയും ഗർഭപാത്രം അടച്ചു എന്നാണ് പിന്നീട് പറയുന്നത്. ജീവൻ ആ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ടു. തെറ്റ് ചെയ്യുമ്പോൾ നീതിമാനായ അബ്രഹാമിനു വേണ്ടി ദൈവം നേരിട്ട് അനീതി ചെയ്യുന്നവരോട് ഇടപെടുന്ന ഒരു സുന്ദര നിമിഷം അവിടെ പറയുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, അബ്രഹാം ഒരു പ്രവാചകനാണ്. ഹീസ് എ പ്രോഫറ്റ്. ലെറ്റ് ഹിം പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ, നിനക്ക് സൗഖ്യം വരുമെന്നാണ്. പ്രിയമുള്ളവരെ, അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട് പിന്നീട്, എന്തിനായി പരിപാടിക്ക് ചെയ്തത്? പണ്ട് 12-ാം അധ്യായം കഴിഞ്ഞ് വരുമ്പോൾ ഈജിപ്തിലെ രാജാവിന്റെ ഫറവോന്റെ അടുത്ത് ചെന്നപ്പോൾ ഇതേ ഒരു ഡിസെപ്ഷൻ നടത്തി. വൈ ദിസ് ഡിസെപ്ഷൻ സ്ട്രാറ്റജി അഗെയിൻ? അബ്രഹാം പറയുന്ന വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഉണ്ട്. പേടികൊണ്ടാണ്. കാരണം ഇത് ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ സ്വന്തമാക്കുവാൻ ആ കാലത്തെ ഏക മാർഗം എന്ന് പറയുന്നത് ഭർത്താവിനെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലുമോ, തൻ്റെ ജീവനിലുള്ള മരണഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ രണ്ടാമതൊരു പോയിന്റ് അബ്രഹാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ദൈവഭയമില്ലാത്ത ഒരു ജനതയാണ്. നൈതികത, മൊറാലിറ്റി, 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള മൊറാലിറ്റി അല്ല ഇന്നത്തെ മൊറാലിറ്റി. പ്രിയമുള്ളവരെ, ഏതൊരു സമൂഹത്തിനും നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ധാർമ്മികതയാണ്. ദൈവം കാണുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ധാർമ്മികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇത് കാലത്തിൽ നമ്മൾ പലപ്പോഴും ആധുനിക ലോകത്തിൽ വന്ന ചെറുപ്പക്കാരൊക്കെ പറയും, ഈ മതം കൊണ്ട് എന്താ പ്രയോജനം, ഈ ആത്മീയത കൊണ്ട് എന്താ പ്രയോജനം, വാട്ട് ഈസ് മൊറാലിറ്റി, നോൺസെൻസ്. ആധുനിക കാലത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ വാട്ട് എവർ ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ ഹ്യൂമൻ ബീയിങ്സ് ഈസ് നാച്ചുറൽ. സോ എനിത്തിങ് ദാറ്റ് ഈസ് ഡൺ ഈസ് നോട്ട് അൺനാച്ചുറൽ. എന്ത് ധാർമ്മികത? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഹെഡോണിസം. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഹെഡോണിസം ചരിത്രത്തിൽ റീവിസിറ്റ് ചെയ്തിരിക്കുന്ന കാലമാണ്. ഇവിടെ ദൈവഭയമില്ലാത്ത ഒരു ജനതയാണ് എന്ന് അബ്രഹാമിന് പേടിയുണ്ടായിരുന്നു. നമുക്കും പേടിയില്ലേ? പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തോട്ടൊക്കെ വിടുന്ന ഉടനെ അയ്യോ അപകടമാണ്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കൊച്ചു കുഞ്ഞുങ്ങളെ അവിടെ അത് ചെയ്യും ഇത് ചെയ്യും. അതുകൊണ്ട് പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും എല്ലാം ശരിക്കും ഭയമാണ് ഇന്നത്തെ കാലത്ത്. എല്ലാ ഭയത്തിന്റെ അടിസ്ഥാനം സമൂഹത്തിൽ നിന്നും ദൈവഭയം ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ കൊച്ചിലെ ഞാനിപ്പോഴും ഓർക്കുന്നത്, ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചു കഴിയുമ്പം
അമ്മയുടെ വക ഒരു ടെസ്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് പണ്ട് ജ്യേഷ്ഠോപ്പി പഠിക്കുമ്പോൾ സമ്മാനം കിട്ടിയ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഏക വേദപുസ്തകമായിരുന്നു ഞങ്ങൾ കൊച്ചിലെ പഠിക്കുന്ന സമയത്ത്. ആ വേദപുസ്തകം അമ്മയെ എടുത്തുകൊണ്ട് വരും. എടാ നീ അത് ചെയ്തോ? ഇല്ല, ഞങ്ങള് മുഖത്ത് നോക്കി കള്ളം പറയുമായിരുന്നേ. എല്ലാ കാലവും മനുഷ്യനെങ്ങനെയാണല്ലോ, കള്ളത്തരം പറയുമല്ലോ കൊച്ചു കുട്ടികളുടെ കുസൃതിയെ കാണിച്ചു കഴിയുമ്പോൾ. എന്നാൽ അമ്മ ഈ വേദപുസ്തകം അങ്ങോട്ടെടുത്ത് വേദപുസ്തകത്തിലോട്ട് കൈ വെക്കാൻ പറയും. ഇനിയും പറ, നീ അത് ചെയ്തോ ഇല്ലയോ? അയ്യോടാ, അമ്മയുടെ വേദപുസ്തകത്തിൽ തൊട്ട് കള്ളം പറയുവാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു. ഇന്ന് കൂളായിട്ട് വേദപുസ്തകം അല്ല, അതിൻ്റെ അപ്പുറത്ത് പുസ്തകമൊന്നും ഇല്ലേ പോലും വെച്ച് കള്ളം പറയുകയാണ്. അതുകൊണ്ടാണ് ആധുനിക കാലത്തിൽ പലയിടത്തും നാം കാണുന്നുണ്ട്, ദേവാലയത്തിനുള്ളിലും CCTV ക്യാമറ വെക്കണം. മതത്തിന്, ആത്മീയതയ്ക്ക് ഇതിൽ പരമൊരപജയമില്ല. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, ദേവാലയത്തിനുള്ളിൽ പോലും ദൈവഭയമില്ലാത്തവന് എന്ത് ക്യാമറ വെച്ചിട്ടാണ് കാര്യം? അതുകൊണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം പറഞ്ഞു, ദൈവഭയമില്ലാത്ത ഒരു ജനതയാണ്. അതുകൊണ്ട് സാറായെ നമുക്ക് തമ്മിൽ ഇങ്ങനൊരു എഗ്രിമെന്റ് വേണം. വേറൊരു ലോജിക്ക് കൂടെ ഉണ്ട്. ഈ സാറ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പിതാവായ തേരഹിന് അബ്രഹാമിന്റെ മാതാവല്ലാത്ത വേറൊരു സ്ത്രീയിലുണ്ടായ ലെജിറ്റിമേറ്റ് ചൈൽഡാണ്. അങ്ങനെ നോക്കുമ്പോൾ അബ്രഹാമിന് സഹോദരിയുമാണ്. ആ കാലത്ത് ആ സഹോദരിയെ വിവാഹം ചെയ്യുന്നതിന് യാതൊരു സോഷ്യൽ സ്റ്റിഗ്മയും ഇല്ലായിരുന്നു. അങ്ങനെ അബ്രഹാം പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നാൽ ദൈവം ഇടപെട്ടു. ദൈവം പറയുന്നുണ്ട്, അബ്രഹാം ഒരു പ്രവാചകനാണ്. പ്രോഫറ്റ്, പ്രവാചകൻ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലാണ്. അത് അബ്രഹാമിനെയാണ്. നബി എന്നാണ്, ഇബ്രാഹിം നബി എന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഫോളോ ചെയ്യുന്ന അബ്രഹാം പിതാവ്. നബി എന്ന റൂട്ട് വാക്കാണുള്ളത്. ഹീസ് എ പ്രോഫറ്റ്, ഹി വിൽ പ്രേ ഫോർ യു. നമ്മുടെ കാലത്തിലും അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവഭയമില്ലാതെ പോകുമ്പോൾ, അനേക അന്ധകാരത്തിൽ കൂടെ പോകുമ്പോൾ പ്രവാചകന്മാരുണ്ടാവട്ടെ. ഈ പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവം എല്ലാവരെയും നശിപ്പിക്കുമോ? ദൈവം എല്ലാ അനീതി ചെയ്യുന്നവനെ എല്ലാം നശിപ്പിച്ച് സംഹാര താണ്ഡവമാടും. പിന്നീട് അന്ന് വൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. അവർ 1000 വർഷം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച. ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ സത്യവുമാണ്, വേദപുസ്തകപ്രകാരം പ്രവചനമാണ്. എന്നാൽ പ്രവാചകൻ ഒരു ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്. അവിടെ അബ്രഹാം പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം അവരുടെ അടച്ച ഗർഭം തുറന്നു. അങ്ങനെ ആ ദേശത്തിന് മൊത്തവും ഒരു പുതുജീവൻ വരികയാണ്. ഇവിടെ സാറായെ ദൈവം ഒരുക്കുകയാണ്. ദ ഗോഡ് വാസ് പ്രിപ്പയറിംഗ് സാറ ദ പ്രിൻസസ് ഫോർ ഐസക്. അപ്പോൾ ആ ദേശത്തിന് മൊത്തവും ഒരു പുതുജീവൻ, ഒരു വീണ്ടും ജനനം എന്ന് തന്നെ വേണേ പറയാവുന്ന ഒരു അനുഭവമാണ്. ഈ കാര്യത്തിലൊക്കെ വളരെ വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ ഏറ്റവും അത്യാവശ്യമാണ്. ഏലിയാവും എലീശയുടെയും കാലത്ത് ഏലിയാവിനെ നോക്കി എലീശ പറയുന്നതാണ്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ. ഇസ്രായേലിന്റെ തേരും തേരാളിയും പ്രവാചകനായിരുന്നു, ദൈവമായിരുന്നു. പിന്നീട് ജോവാഷ് രാജാവ് മരിക്കാറായി കിടക്കുമ്പോൾ, ജോവാഷ് രാജാവിന്റെ കാലഘട്ടത്തിൽ എലീശ പ്രവാചകൻ മരിക്കാറായി കിടക്കുമ്പോൾ രാജാവ് പ്രവാചകന്റെ അടുത്ത് വന്നിരുന്ന് കരയുകയാണ്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ. പ്രവാചകന്മാർ ദൈവഭയമില്ലാത്ത കാലത്തിന് ഏറ്റവും ആവശ്യമാണ്. അബ്രഹാമിന് സാറായെ തിരിച്ചു കിട്ടി. ധാരാളം ആടുമാടുകൾ കൊടുത്തു, ദാസീദാസന്മാരെ കൊടുത്തു. പിന്നെ രാജാവ് ഒരു ഓഫർ വെക്കുകയാണ്, എൻ്റെ രാജ്യത്ത് എവിടെ വേണേലും നിനക്ക് അവകാശമാക്കാം, നിനക്ക് താമസിക്കാം എന്നുള്ള ഒരു ഓഫറും കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് തീർന്നു. സാറയുടെ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന് ഞാൻ 1000 വെള്ളി നാണയങ്ങൾ കൊടുത്തു. നിന്റെ പ്രതിശാന്തിക്ക് വേണ്ടി യു ആർ ജസ്റ്റിഫൈഡ്, ഗോഡ് ഹീൽസ്. അതൊക്കെ ഓരോ കാലഘട്ടത്തിലെ നാട്ടുനടപ്പാണ്. അതിനെ ഇപ്പൊ നമ്മൾ കയറി കൂടുതൽ വ്യാഖ്യാനിക്കാനോ ഇന്ന് 2026 ലീഗൽ സിസ്റ്റവുമായിട്ടോ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും
ഇവിടെ ഇല്ല. കാരണം ഈ ഗരാർ എന്ന് പറയുന്ന രാജ്യമൊക്കെ കൂടിപ്പോയ ഒരു 50,000 പേര് താമസിക്കുന്ന ചെറുനാട്ടു രാജ്യമാണ്. അല്ലാതെ ഇന്നത്തെ പോലെ അമേരിക്കയോ ഇംഗ്ലണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ വലിയ വലിയ രാജ്യങ്ങളൊന്നുമല്ല. ഗരാറിലെ പുതുവസന്തം. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഫറവോന്റെ അടുത്ത് സാറയുടെ ആദ്യത്തെ ഡിസെപ്ഷൻ വരുമ്പോൾ സാറ വാസ് അറൌണ്ട് 65 years old എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഗരാറിലെ അബിമലേക്കിന്റെ അടുത്ത് വരുമ്പോൾ സാറായിക്ക് 90 വയസ്സുണ്ടായിരുന്നു. ന്യായമായ ഒരു ചോദ്യമാണ്. 90 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു രാജാവൊക്കെ തടങ്കലിലാക്കുന്നത് എന്തിനാണ്? ഇതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല. ബൈബിൾ പണ്ഡിതന്മാർക്ക് പോലും വലിയ ഒത്തന്റിക് ആൻസേഴ്സ് ഒന്നുമില്ല. എന്നാൽ സാറായുടെ ലൈഫ് സ്പാൻ 127 വർഷമാണ്. 127 വർഷം ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ 90ാമത്തെ വയസ്സിൽ, അതായത് പിന്നീട് 37 വർഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നൊരു സ്ത്രീ 90 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ ഇതൊരു ലേറ്റ് 50സോ ഏർലി 60സോ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇതിനൊക്കെ താത്വികമായ പഠനങ്ങളുണ്ട്. എങ്കിലും കേൾക്കുന്നവരായ നമ്മളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, 90 വയസ്സുള്ള ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കേവലം ഒരു ഫിസിക്കൽ ഡിസയർ ആണോ? അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ്. അബ്രഹാം വാസ് വെരി മൈറ്റി ആൻഡ് പവർഫുൾ ആൻഡ് റിച്ച് അറ്റ് ദാറ്റ് ടൈം. And was it a strategy or a plot by the king of Gerar, Abimelech, to enter into an alliance with Abraham, the patriarch? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതിമനോഹരമായി വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. സാറായുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്, സാറായെ 1 വർഷത്തിനുള്ളിൽ നിനക്കൊരു കുഞ്ഞിനെ കിട്ടും. സാറ ചിരിച്ചു. ഒരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ള ആ ഒരു വാഗ്ദത്തം, ഇസഹാക്കിനു വേണ്ടി സാറായെ ഒരുക്കിയ ദൈവം, ഗോഡ് റീവൈറ്റലൈസ്ഡ് സാറ ദ പ്രിൻസസ്. ദിസ് ഈസ് ദ മൊമെന്റ്. ഇതാ ഒരു ജീവൻ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു പാട്രിയാർക്കിനൊരു അനന്തരാവകാശിയെ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു വലിയ ജനത ഉണ്ടാകാൻ പോവുകയാണ്. അതിനായി സാറ എന്ന ബലഹീനയായ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ ദൈവം കൃപയാൽ അഭിഷിക്തയാക്കുകയാണ്. ഇതൊരു പുതുവസന്തമാണ്. ഗരാറിലെ പുതുവസന്തമാണ്. ദൈവത്തിന്റെ ആത്മാവ് ആ കാലത്തിൽ അവരുടെ മേൽ വരും. യോവേൽ പ്രവാചകൻ പിന്നീട് പറയുന്നുണ്ട്, അവരുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. മൈ ഡിയർ ബിലവഡ് ഫ്രണ്ട്സ്, നമുക്ക് സ്വപ്നങ്ങളുണ്ടോ? ഇന്നൊരു 35-40 വയസ്സ് കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളി എങ്ങനെയുണ്ട് ജീവിതമോ? ഇങ്ങനെ അങ്ങ് പോകുന്നടാ, മൊത്തം കഷ്ടമാടാ, ഒന്നുമില്ല. എല്ലാരും കള്ളന്മാരാടാ, അവിടെ അഴിമതിയാടാ, ഇവിടെ അഴിമതിയാടാ. ഇതല്ലാതെ ഒരു നന്മയുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നുണ്ടോ? ഗോഡ് റീവൈറ്റലൈസ്ഡ് സാറ. 70 കടന്ന ഒരു വൃദ്ധനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വർഷങ്ങളിൽ ആവേശപൂർവം ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഓടി നടന്ന് പറയുന്നത്, ഓ ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി, നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ, ഐ റിയലൈസ് സ്മോൾ എയിം ഈസ് എ ക്രൈം. മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, ചെറിയ ലക്ഷ്യം കുറ്റകരമാണ്. വർക്ക്. നമ്മൾ എത്ര പേർ നമ്മുടെ ചെറുപ്പക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് നമ്മൾ എന്തോ പറയുന്നേ, ഓ എല്ലായിടത്തും കള്ളന്മാരാ, നീ നിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയിക്കോണം. ഡു സംതിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ജീവിതത്തിൽ നിനക്ക് 10 വയസ്സായാലും 20 വയസ്സായാലും 70 വയസ്സായാലും 80 വയസ്സായാലും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുമ്പോൾ നിനക്ക് ഒരു പുതു വസന്തം ഉണ്ടാകും. ഇത് സത്യം സാറായുടെ ജീവിതത്തിൽ ഉണ്ടായി. ഡു സംതിങ് ക്രിയേറ്റീവ്ലി. ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഹന്നായിക്കും ഷിമയോനും യേശുക്രിസ്തുവിനെ കണ്ട് ഒരു പുതുവസന്തം ഉണ്ടായത്. പക്ഷികൾ പാട്ടുപാടുന്നത് എപ്പോഴാണെന്നറിയാമോ? പക്ഷികൾ കൂടൊരുക്കുമ്പോഴാണ് പാട്ടുപാടുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു ഭവനം ചമയ്ക്കുമ്പോൾ, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഒരു തേജസ്സുള്ള ഒരു സംസ്കാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ നീ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടും.
വിവാഹം നിശ്ചയിച്ച പെൺകുട്ടികളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാമെന്നാണ് പഴമക്കാർ പറയുന്നത്. അവരുടെ മുഖത്തൊരു തുടിപ്പ്, ഒരു ബ്ലഷാണ്. അത് ദൈവകൃപയാണ്. ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ആൺകുട്ടികളുടെ മുഖത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. കാനാവിലെ കല്യാണ വിരുന്നിൽ സൃഷ്ടി അതിന്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ തുടുത്തു. വാട്ടർ ബ്ലഷ്ഡ് അറ്റ് ദ ടച്ച് ഓർ ദ സീയിങ് ദ ക്രിയേറ്റർ. ജീവിതത്തിൽ ഒരു പുതു വസന്തത്തിന് ഇനിയും സമയമുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള ജനമേ, പ്രിയമുള്ളവരെ, അഭിമലേക്ക് ചോദിക്കുന്നുണ്ട്, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? ഇല്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ കോളേജ് ലൈഫിലൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു യുവജനോത്സവം പരിപാടി, അനേക സ്കൂൾ കോളേജുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്ത രാവും പകലും നിറഞ്ഞാടിയ 7-8 ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു പരിപാടി കുറേയൊക്കെ കാണുവാനൊക്കെ എനിക്ക് സാധിച്ചു. യുവത്വത്തിന്റെ ആഘോഷം എന്ന് പറയുമ്പോഴും ഇരുട്ടിന്റെ മറവിൽ അവർ ചെയ്ത അരുതാത്ത ക്രിയകൾ ധാരാളമായിരുന്നു. ദേശവാസികൾ അത് കണ്ട് പലരും നെടുവീർപ്പിട്ടു, ഉറക്കെ പറഞ്ഞു, ഇതാണോ നമ്മുടെ യുവത്വം? എന്നോട് പലരും പറഞ്ഞ കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ നടന്ന ആ കാഴ്ചകളെക്കാൾ എത്രയോ മനോഹരമായ കാഴ്ചകൾ പകൽ നടന്നു. ഞാൻ ആ ദിവസങ്ങളിലെല്ലാം അവിടെ പോയതാണ്. മലയാളം പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, കവിതാരചന, കവിതാ പാരായണം, ഡിബേറ്റോ, നമ്മുടെ ചെറുപ്പക്കാർ ആവേശപൂർവം താത്വികമായ അവലോകനം, സ്പിരിച്വൽ ഡയമെൻഷൻസ്, ഇത്രയധികം കഴിവുള്ള ചെറുപ്പക്കാരെ വളരെയധികം നാളുകൾക്കാണ് ഞാൻ ശേഷമാണ് കണ്ടത്. 150 പേരെഴുതിയ കഥാരചനയിൽ 1ാം സമ്മാനം കിട്ടിയ എറണാകുളത്ത് നിന്ന് വന്ന ഗൗരി എന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ കുട്ടിയോട് സംസാരിക്കുവാനൊത്തു. ആ കുട്ടി പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്, മഹാരാജാസ് കോളേജിലാണ്, എനിക്കൊരു IAS ഓഫീസർ ആകണം. ഇത്ര മഹത്തായ ദർശനം. അതുപോലെ മലയാളം കവിതാ പാരായണത്തിൽ A ഗ്രേഡ് കിട്ടിയ അതിമനോഹരമായ കവിത അവതരിപ്പിച്ച പഞ്ചമി എന്ന LLB സ്റ്റുഡന്റ്. എൻ്റെ പ്രിയ യങ്സ്റ്റേഴ്സ്, പ്ലീസ് ലിസൺ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കോളേജിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം പരീക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്താലേ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശിമാരുടെ, നിങ്ങളുടെ അമ്മമാരുടെ വഴിയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ നിമിഷമുണ്ട്. ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിനക്ക് ജീവിതത്തിൽ ഒരു പുതു വസന്തം വരും. തല്ലി കൊഴിച്ച് കളയരുത്. വിളക്കിലേക്ക് വെളിച്ചം തേടി പാഞ്ഞു ചെന്ന് വിളക്കും കെടുത്തി സ്വയം ഇല്ലാതാകുന്ന ഈച്ചകളെ പോലെ ആവരുത്. യുവജനങ്ങളെ പറ്റി പ്രത്യാശയുണ്ട്. ജീവിതത്തിൽ ഒരു പുതുവസന്തം. കണ്ണുകളടയ്ക്കാം. ഗരാരിലെ നിമിഷമാണ്, ഗരാരിലെ പുതുവസന്തമാണ്. അബ്രഹാം പിതാവിൻ്റെ തന്ത്രം, ദൈവത്തിന്റെ ഇടപെടൽ. പ്രവാചകൻ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് സൗഖ്യം ലഭിക്കുന്നു. ദൈവഭയമില്ലാത്ത ജനതയുടെ നടുവിലിതാ പ്രവാചകൻ ഒരുങ്ങുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതുപോലെ ഒരു സ്ത്രീ, മറിയ എന്ന ഒരു സ്ത്രീ, ജീവിതത്തിൽ ഏറ്റവും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പിന്നീട് എല്ലാം മാറുകയാണ്. നിത്യപ്രവാചകനായ യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു മുന്നോടിയാണ് ഗരാറിലെ ഈ പുതുവസന്തം എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ തിരുശരീരങ്ങളെ കൊടുക്കുമ്പോൾ ഗരാറിലെ ഈ പുതുവസന്തം വീണ്ടും സാക്ഷാത്കരിക്കുകയാണ് ചരിത്രത്തിൽ. പുതുതാകും നിയമം, പുതുതാകും ജനത, പുതുജീവൻ പുതുവഴിയായി നിണമതൽ നേടിയ തിരുസഭയെ ഐക്യതയിൽ കാക്കുക ഞങ്ങളെ നീ. വിശ്വാസയാത്രയാണ് അബ്രഹാം പിതാവിൻ്റെ യാത്ര. സറ ദ പ്രിൻസസിന്റെ യാത്ര.
ഐസക് ഈസ് കമ്മിങ്. ബിഫോർ ദാറ്റ് ദ ഹഗാർ ഇൻസിഡന്റ്. ആത്മീയതയുടെ അനുപമ നിമിഷങ്ങൾ. ഗരാറിലെ പുതുവസന്തം. ആമേൻ.